ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഔർ ഗവൺമെന്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. നേരം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ബാലൻസ് പോർഷൻ ആണ്. അന്നേരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മണി ബില്ലിനെ കുറിച്ചാണ്. വാട്ട് ഈസ് മണി ബിൽ? എന്താണ് മണി ബിൽ എന്ന് പറയുന്നത്? നോക്കിക്കേ, ഒരു കാര്യം ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഓർഡിനറി ബില്ലുമുണ്ട്, മണി ബില്ലും, ഇല്ലയോ? ബില്ല് രണ്ട് ടൈപ്പിലാണുള്ളത്. മണി ബിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഈസ് മണി ബിൽ. നോക്കിക്കേ, എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ. എന്താ മണി ബിൽ എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും വിനിയോഗവും. അതായത് നമ്മൾ ധനസമാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ വരുമാനവും ചെലവുമാണ് ഇവിടെ പറയുന്നത്. അന്നേരം കൃത്യമായി ശ്രദ്ധിക്കണം. ഗവൺമെന്റിന്റെ ഖജനാവിലേക്കുള്ള എന്ത് ധനസമാഹരണവും വിനിയോഗവും, അതായത് ചെലവും അതുപോലെ തന്നെ എന്താണ് വരുമാനവുമാണ്. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മണി ബിൽ എന്ന് പറയുന്നത്. അന്നേരം നോക്കിക്കേ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. അന്നേരം കൃത്യമായി ശ്രദ്ധിക്കുക, മണി ബില്ലിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മണി ബില്ല് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? ലോക്സഭയിലാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. ഇറ്റ് ഈസ് സെൻഡ് ടു ദ രാജ്യസഭ വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദി സ്പീക്കർ ദാറ്റ് ദ ബിൽ ഈസ് മണി ബിൽ. എന്താണ്? ലോക്സഭ ഈ മണി ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്പീക്കർ, നമുക്കറിയാം ലോകസഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണെന്ന് നമുക്കറിയാം, ഇല്ലയോ? സ്പീക്കർ എന്ത് ചെയ്യുന്നു? ഇത് മണി ബില്ലാണെന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി ഇത് എവിടേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ എവിടേക്ക് സെൻഡ് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് അയക്കുന്നു. കൃത്യമായി ശ്രദ്ധിക്കുക. ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. ഇറ്റ് ഈസ് സെൻഡ് ടു ദ രാജ്യസഭ വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദി സ്പീക്കർ ദാറ്റ് ദ ബിൽ ഈസ് എ മണി ബിൽ. ഓക്കെ, അന്നേരം എന്താണ്? ലോകസഭയിൽ പാസ്സാക്കി കഴിഞ്ഞ ബില്ല്, ഇല്ലയോ? മണി ബില്ല് ലോകസഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അത് മണി ബിൽ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ അത് എവിടേക്ക് അയക്കുന്നു? രാജ്യസഭയിലേക്ക് അയക്കുന്നു. അന്നേരം എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈം മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്? രാജ്യസഭയ്ക്ക് കൊടുക്കുക. എന്താണ്? രാജ്യസഭയിൽ എത്തി 14 ദിവസങ്ങൾക്കുള്ളിൽ അത് എന്ത് ചെയ്യണം? വേണ്ട റെക്കമെൻഡേഷൻസ് ഒക്കെ അതിൽ വരുത്തിയിട്ട് എന്ത് ചെയ്യണം? തിരിച്ച് ലോകസഭയിലേക്ക് അയക്കണം. അപ്പോൾ ലോകസഭയ്ക്ക് അത് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇതിന് കൃത്യമായിട്ടും മണി ബിൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. മണി ബിൽ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഖജനാവിലേക്കുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇൻകവും എക്സ്പെൻഡിച്ചറും ഉൾപ്പെടുന്നതാണ് മണി ബിൽ എന്ന് പറയുന്നത്. ലോകസഭയിലായിരിക്കണം ഒരു മണി ബിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്? ലോക്സഭ മണി ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? അത് മണി ബില്ലാണെന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ എവിടേക്ക് പോകണം? രാജ്യസഭയിലേക്ക് അത് കൊണ്ടുചെല്ലണം. അവിടുന്ന് എന്ത് ചെയ്യുന്നു? അത് 14 ദിവസങ്ങൾക്കുള്ളിൽ വേണ്ട റെക്കമെൻഡേഷൻസുമായിട്ട് അത് തിരിച്ച് എവിടെ വരുന്നു? ലോകസഭയിൽ തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് എന്താണ്? ഈ രാജ്യസഭ വരുത്തിയ മാറ്റങ്ങൾ ലോകസഭയ്ക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും. നേരം മണി ബിൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, നേരം ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കൊള്ളുക. അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? പാർലമെന്റിന്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. മേക്കിംഗ് ലോ ആണ് പാർലമെന്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലയോ? മേക്ക് എ ലോ ആണ് പാർലമെന്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ മറ്റു ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും എത്രയായിട്ട് നോക്കിക്കേ, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പാർലമെന്റിന്റെ അതർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്. കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, ഇലക്ട്രൽ ഫങ്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളാണ് ഇതിന് പിന്നീടുള്ളത് നമ്മുടെ പാർലമെന്റിന്റെ അതർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്?
കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്. കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് ഫസ്റ്റിലേക്ക് എന്താണ്? ആസ്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റിലത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ആസ്കിംഗ് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ ഉന്നയിക്കുക. അതുപോലെ എന്താ? ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ്. എന്താ? ബില്ലുകളും പ്രമേയങ്ങളും എന്ത് ചെയ്യുക? ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എന്താണ് രണ്ടാമത്തെ പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് എന്താണ്? പാസിംഗ് ഓർ റിജക്ടിംഗ് ദ നോൺ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയം അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുന്നു. പാസിംഗ് ഓർ റിജക്ടിംഗ് ദ നോൺ കോൺഫിഡൻസ് മോഷൻ എന്താണ്? അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയോ അല്ലെങ്കിൽ റിജക്ടിംഗ് ചെയ്യുകയോ ചെയ്യുന്നു. ഇത് നോക്കിക്കേ, പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നത്. മെയിൻലി 3 പോയിന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ചോദ്യങ്ങൾ ഉന്നയിക്കലായിരുന്നു. സെക്കൻഡ് വൺ ഈസ് ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ്. എന്താണ്? ബില്ലുകളും പ്രമേയങ്ങളും എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. പാസിംഗ് ഓർ റിജക്ടിംഗ് ദ നോൺ കോൺഫിഡൻസ് മോഷൻ. എന്താ? അവിശ്വാസ പ്രമേയം അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നു. നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിശ്വാസ പ്രമേയമാണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ ഈസ് എന്താണ്? ഇലക്ട്രൽ ഫംഗ്ഷൻ. എന്താണ് ഇലക്ട്രൽ ഫംഗ്ഷൻ? അതിൽ ഉൾപ്പെടുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. എന്താണ്? പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെടുന്നത്, ഇലക്ട്രൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. ഇതിനെ മനസ്സിലായാലോ? 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവും ഇലക്ട്രൽ ഫംഗ്ഷനും. ഇലക്ട്രൽ ഫംഗ്ഷനിൽ ഒരു പോയിന്റേ ഉള്ളൂ. എന്താണത്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അല്ലെ, എന്താണ്? പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്, ഇലക്ട്രൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. തേർഡ് വൺ ഈസ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ടൈംലി അമെന്റ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. എന്താപ്പെട്ട വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ടൈംലി അമെന്റ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ്. കണ്ടോ? ടൈംലി അമെന്റ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ട വകുപ്പുകളിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഫസ്റ്റ് വൺ ഈസ് എന്താണ് നമ്മൾ പഠിച്ചു? പ്രധാനമായിട്ടും നമ്മൾ അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ആണ് പഠിക്കുന്നത്. അറിയാമല്ലോ, പ്രധാനമായിട്ടും എന്തായിരുന്നു പാർലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? മേക്ക് എ ലോ ആയിരുന്നു, നിയമനിർമ്മാണമായിരുന്നു എന്തിന്റെ? പാർലമെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. അന്നേരം അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതായത് പാർലമെന്റിന്റെ മറ്റ് ഫങ്ഷൻസ്, അതർ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. മെയിൻലി 3 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് നോക്കിക്കേ? കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, ഇലക്ട്രൽ ഫംഗ്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. അന്നേരം എന്താണ് അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. നമ്മൾ അടുത്തതായി പഠിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ്. In India there are state legislature in all the states. കൃത്യമായി ശ്രദ്ധിക്കുമല്ലോ, നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ്. അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? In India there are state legislature in all the states. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളും എങ്ങനെയാണ്? എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ട്? ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്. മനസ്സിലാക്കുമല്ലോ. ഇൻ ഇന്ത്യ there are state legislature in all the states. ഇന്ത്യയിലെ മിക്കവാറുമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും എന്തുണ്ട്? ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്. സംസ്ഥാന നിയമനിർമ്മാണ സഭയുണ്ട്. നോക്കിക്കേ, അടുത്തതായിട്ടുള്ള പോയിന്റ് നോക്കിക്കേ. They make laws on subject that come under the state government. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതാണ് ആരെന്ന് പറയുന്നത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? They makes law on subject that come under the state government. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുക അല്ലെങ്കിൽ ലോ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? ഈ പറയുന്ന സംസ്ഥാന നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷനായി പറയുന്നത്. നോക്കിക്കേ, ഇൻ മെജോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ഓൺലി വൺ ഹൗസ്. നോക്കിക്കോണേ, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇൻ മെജോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ഓൺലി വൺ ഹൗസ്. മിക്കവാറും
എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് ഓൺലി വൺ ഹൗസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏകമണ്ഡല സഭയാണുള്ളത്. നോക്കിക്കേ, മെജോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ഓൺലി വൺ ഹൗസ്. മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഹൗസ് മാത്രമായിരിക്കും ഉണ്ടാകുക. എന്താണ്? ഓൺലി വൺ ഹൗസ് മാത്രമാണ് ഉണ്ടാവുക. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? സച്ച് ലെജിസ്ലേച്ചർ ആർ കാൾഡ് യൂണികാമറൽ ലെജിസ്ലേച്ചർ. എന്താണ്? സച്ച് ലെജിസ്ലേച്ചർ ആർ കാൾഡ് യൂണികാമറൽ ലെജിസ്ലേച്ചർ. ഇങ്ങനെ ഒരു സഭ മാത്രമുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? യൂണികാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഏകമണ്ഡല സഭ എന്ന് നമ്മൾ വിളിക്കും. കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ പഠിക്കുന്നത് ഇതിനെ കുറിച്ചാണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ്. ഫസ്റ്റിലത്തെ പോയിന്റ് എന്താണ്? ഇൻ ഇന്ത്യ there are state legislature in all the states. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ്? മിക്കവാറും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയുണ്ട്. രണ്ടാമത് എന്താണ്? ദേ മേക്ക് ലോസ് ഓൺ സബ്ജക്ട് ദാറ്റ് കം അണ്ടർ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്താ? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വിഷയങ്ങൾക്ക് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ആര്? ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻ മെജോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ഓൺലി വൺ ഹൗസ്. മിക്കവാറും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ്? ഓൺലി വൺ ഹൗസ് മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ഒരു ഹൗസ് മാത്രമുള്ള നിയമനിർമ്മാണ സഭയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണുള്ളത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സച്ച് ലെജിസ്ലേച്ചർ ആർ കാൾഡ് യൂണികാമറൽ ലെജിസ്ലേച്ചർ. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൗസ് മാത്രമുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? യൂണികാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഏകമണ്ഡല സഭ എന്ന് നമ്മൾ വിളിക്കും. മിക്കവാറും എന്താണ്? ഒരു കുറച്ച് മാത്രം സംസ്ഥാനങ്ങളിൽ എന്താണ്? ഒന്നിലധികം ഇങ്ങനെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ ആണ്. ബൈക്കാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനങ്ങൾ ഒരു ബോക്സിലായിട്ട് തന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇത്തരം കൃത്യമായിട്ടും നമ്മൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം എല്ലാവരും കൃത്യമായി പഠിക്കുക. പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അന്നേരം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.